മഹാനവറുകളുടെ പള്ളിയിൽ ഈ അടുത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നൊരു സ്വഹാബി. പള്ളിയിലും വീട്ടിലൊക്കെ ഒരേമാതിരി ചരക്കല്ലാണ്. ഇന്നത്തെ ഭായി മാർക്കാർ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു അറിയില്ല. അവർ ചരക്കല്ലല്ലേ എന്ന് കരുതിയിട്ട് അവിടെ മൂത്രമൊഴിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനൊക്കെ ദേഷ്യം പിടിച്ച്. അങ്ങനെ ഉണ്ടാവല്ലോ പള്ളിക്കൽ 5 വക്തിനും വരുന്ന ആജയമാർക്കാണ് എപ്പോൾ ദേഷ്യം പിടിക്കുക? കുട്ടികൾ കോണിമേലൂടെ ഓടിച്ചടിയാൽ കാര്യമായിട്ട് ദേഷ്യം പിടിക്കുക 5 വക്തിനും വരുന്ന വയസ്സന്മാർക്കാണ്. അങ്ങനെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരിങ്ങനെ ആ പള്ളി അതിൻ്റെതായ ഹുർമത്തോടുകൂടെ അവരാ പള്ളി ഇങ്ങനെ കൊണ്ടെടുക്കുമ്പോൾ മേലുണ്ടാവും ജുമക്ക് വന്ന കുട്ടികളെ പടേ ചടേ എന്ന് പറഞ്ഞിട്ട് ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഇവിടുന്ന് ഒരു കേരി ചെല്ലലുണ്ടാവും, ഒരു ഹാജര്. പക്ഷെ അങ്ങനെ കേരി ചെല്ലുമ്പോൾ TSK തങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠമാണ്. ഏത് കുട്ടി കളിഞ്ഞൊരു പള്ളിയിൽ വന്ന് കച്ചറ കളിച്ചാലും ആ കുട്ടിയൊക്കെ അറിയില്ലല്ലോ, ഈ പള്ളിയുടെ ബഹുമാനം വല്ലാതെ അറിയില്ലല്ലോ, നമ്മളെപ്പോലെ അറിയില്ല. അപ്പം അവർ ഈ കോണിമെന്ന് അക്കോണിമക്ക് ചാടുമ്പോൾ അവരെ ചെവിക്ക് പിടിച്ചിട്ട് ഇനി മേലാലങ്ങാനെന്ന് പറഞ്ഞാൽ ഇലായോമിൽ ഖിയാമ അപ്പള്ളിക്കോ കാലോട്ടൂല, അല്ലെങ്കിൽ ആ ആചാര്യ മരിച്ചത് വരെ ചൊട്ടൂല. അങ്ങനെയല്ല നമ്മൾ ഉപദേശിക്കേണ്ടത്. ആ കുട്ടികളൊക്കെ ഒന്ന് വിളിച്ചുകൂട്ടി എല്ലാ ചാടുന്ന ഓടുന്ന ആ വികൃതിയുള്ള കുസൃതിയുള്ള കുട്ടികളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടി ഉറുപ്പേൻ്റെ ഒരു മഞ്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മുട്ടായൊക്കെ ഒന്ന് വാങ്ങി ആചാരെല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് മക്കളെ എല്ലാവർക്കും റായത്തന്നല്ലേ, ഞാൻ അപ്പം നിങ്ങൾക്ക് മുട്ടായി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് ആണ് കൊടുത്താൽ ആചാരം ഈ കുട്ടികളെ ഒന്നായിട്ട് പൊതിയില്ലേ. കുട്ടികളെ മനസ്സിലൊക്കെ ആചാര് പതിഞ്ഞു കഴിഞ്ഞു. ഇനി ആചാര്യക്ക് മെല്ലെ വിഷയാവതരണം നടത്താം. പിന്നെ ഇത് പള്ളിയാണ്. അപ്പം അതുകൊണ്ട് പള്ളിയിൽ കുട്ടികളെ നിങ്ങൾ വരുമ്പോൾ നല്ല കുട്ടികളാവണം കേട്ടോ, എല്ലാ ജമാഅത്തിനും വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചാൽ സുബ്ഹാനല്ലാഹ് എന്നും വരും ചെയ്യും, അവർ നന്നാവും ചെയ്യും. ഇതുപോലെ സ്വഹാബിനിടയിൽ സംഭവിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ച് ഇവിടെ മൂത്രമൊഴിക്കൽ നിബിധങ്ങൾ പറഞ്ഞു ലീവ് വിടു ഉമറെ, അത് തീരട്ടെ. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം സ്വഹാബത്തിനോട് വെള്ളം കൊണ്ടുവന്നതൊക്കെ വൃത്തിയാക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇവരെ വളരെ സ്വകാര്യത്തിന് മൂലയിലേക്ക് വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോനെ ഇത് അല്ലാഹുവിൻ്റെ പള്ളിയാണ്, അല്ലാഹുവിൻ്റെ ഭവനമാണ്, ഇത് ദിക്ർ ചൊല്ലേണ്ട നിസ്കരിക്കേണ്ട ദിക്ർ ചൊല്ലേണ്ട സ്ഥലമാണ്, ആദരിക്കപ്പെടേണ്ട സ്ഥലമാണ്. ഇനി ഇവിടെ മൂത്രമൊഴിക്കരുതേ. എത്ര ഉപദേശമാണ്! റസൂലുള്ളാഹിന്റെ ഉപദേശം കേട്ട് അതാ തൻ്റെ കൂട്ടുകാരിലേക്ക് ചെന്നിട്ട് അവര് പറയാൻ, ഇങ്ങനത്തെ ഒരു അധ്യാപകനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഒരു അധ്യാപകൻ എന്ന നിലക്ക് ഉത്തമ മാതൃകയുണ്ട് ഹബീബായ തങ്ങളിൽ.